വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്, പൊട്ടാറ്റോ ചീസ് ബോൾസ്. അപ്പം ഇത് കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ ഡിപ്പ് ചെയ്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ്, അല്ലാതെ തന്നെ ഒറ്റ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ചീസൊക്കെ നിറച്ചിട്ട് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിനായി 2 വലിയ പൊട്ടാറ്റോയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം പുഴുങ്ങി വെച്ചതാണ്. അത് നല്ലോണം നമുക്കൊരു സ്മാഷർ വെച്ച് ഒടിച്ചെടുക്കാം. ഇനി സ്മാഷ് ആക്കിയ പൊട്ടാറ്റോയിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചതും പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം എല്ലാം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ബോൾ ഷേപ്പിലാക്കി മാറ്റാം. ബോൾ ഷേപ്പിലാക്കി മാറ്റിയിട്ട് ചെറുതായി ഒന്ന് പരത്തിയിട്ട് അതിനുള്ളിലൊക്കെ ആയിട്ട് കുറച്ച് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അത് ബോൾ ഷേപ്പാക്കി വെക്കാം. ഇപ്പം എല്ലാ ബോളും അങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് മുട്ടയിലിട്ട് ഒന്ന് അത് മുക്കിയെടുക്കാം. ഞാനിവിടെ 2 മുട്ടയായിരുന്നു എടുത്തത്. അപ്പോൾ എല്ലാം അതുപോലെ നല്ലോണം മുക്കി ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് നമ്മൾ ഉണ്ടാക്കിയത് ബ്രെഡിൻ്റെ വക്ക് കട്ട് ചെയ്തിട്ട് അത് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല ചൂടായ എണ്ണയിലിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൈഡ് ഇങ്ങനെ മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇതിപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ബ്രൗൺ കളറായി വന്നാൽ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ യമ്മി പൊട്ടാറ്റോ ചീസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കണം. നല്ല ഈസിയാണ്, പോരാതെ നല്ല അതിനനുസരിച്ച് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ.